കോട്ടയം ജില്ലയിൽ 6 സീറ്റിൽ വിജയിക്കുമെന്ന് CPIM വിലയിരുത്തൽ. 6000 മുതൽ 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ ജോസ് കെ മാണി വിജയിക്കും. നിലവിലെ 5 സീറ്റുകളിലും വിജയിക്കും. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്നും കണക്ക്. അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, കോട്ടയത്തും കണക്കുകൂട്ടലുകളൊക്കെ അത്തരത്തിൽ നടക്കുകയാണ്. ജോസ് കെ മാണി ഗ്രൂപ്പിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് LDF. അപ്പോൾ എങ്ങനെയാണ് കണക്കുകൂട്ടലൊക്കെ? മധ്യകേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള ജില്ലയാണ് കോട്ടയം. പക്ഷേ അവിടെ CPM-ന്റെ കണക്ക് പ്രകാരം 9 6 സീറ്റുകളിൽ LDF വിജയിക്കുമെന്നുള്ളതാണ് കണക്ക്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാലായിൽ, കേരളത്തിൽ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പാലായിലെ ഇത്തവണ മത്സരത്തിൽ 6000 മുതൽ 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണി വിജയിക്കുമെന്നുള്ളതാണ് CPM-ന്റെ കണക്ക്. അതിൽ പ്രധാനമായും കാരണമായി പറയുന്നത് മാണി സി കാപ്പനും UDF-ഉം വേണ്ടത്ര നിലയിൽ സജീവമായി പ്രവർത്തിച്ചില്ല. വീട് കയറി പ്രവർത്തിക്കുന്നതിനടക്കം പോരായ്മകൾ വന്നു. മാത്രമല്ല, സജീവമായി കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ക്യാമ്പയിനുകൾ നടത്തുന്നതിന് പോലും വേണ്ടത്ര ആളുകളില്ലാത്ത പരിമിതികൾ അടക്കമുണ്ടായിരുന്നു. അവിടുത്തെ ഉണ്ടായ ക്യാമ്പയിനുകളെ പ്രതിരോധിക്കാൻ പോലും വേണ്ടത്ര ശ്രമങ്ങൾ ഉണ്ടായില്ല. പാലയിൽ ആകെ അനുകൂലമായ സാഹചര്യമാണെന്നും 6000 മുതൽ 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണി വിജയിക്കുമെന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരം പോലും ഇല്ലാത്തതിനെ തുടക്കത്തിൽ മുതൽ തന്നെ N ജയരാജന് അനുകൂലമായ തരംഗമാണ് ഉണ്ടായതെന്നുൾപ്പെടെയുള്ളത് CPM-ന്റെ വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂഞ്ഞാറിലാണ് ശക്തമായൊരു ത്രികോണ മത്സരം ഉണ്ടായതെന്ന് CPM വിലയിരുത്തുന്നത്. അവിടെ UDF പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കയറി വരുന്ന, അതായത് പ്രചരണ പരിപാടികളിലൂടെ കയറി വരുന്ന വോട്ടുകൾ കൂടുതൽ പിടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് പൂഞ്ഞാറിൽ ശക്തമായ മത്സരമാണ് ഇക്കുറി നടന്നത്. പക്ഷേ എന്നാലും അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് CPM-ന്റെ കണക്ക് പ്രകാരം പറയുന്നത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ് നമുക്കറിയാം, പുതുപ്പള്ളിയും കോട്ടയവും. അവിടെ 2 ഇടത്തും മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും ഇത്തവണയും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ CPM-ന്റെ കണക്ക്. കോട്ടയത്ത് 10,000 വോട്ടുകൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കുമ്പോൾ പുതുപ്പള്ളിയിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയുമ്മൻ വിജയിക്കുമെന്നുള്ളതാണ് കണക്ക്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രയും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് CPM-ന്റെ കണക്കിൽ പ്രധാനമായും പറയുന്നത്. ഏതാണെങ്കിലും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ജില്ലയെ സംബന്ധിച്ച് 6 സീറ്റിൽ 9 6 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ കണക്കായി മാറും. അതുകൂടാതെ ഈ 6 കൂടാതെ കടുത്തുരുത്തിയിൽ ശക്തമായ മത്സരം നടത്തി എന്നുള്ളത് CPM വിലയിരുത്തുന്നു. അവിടെ ഒരു പക്ഷേ വിജയിക്കാൻ കഴിയുന്ന സ്ഥിതി പോലും ഉണ്ടായേക്കാമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെ 6 സീറ്റുകൾ വിജയിക്കുമെന്നും കടുത്തുരുത്തിക്ക് സാധ്യതയുണ്ടെന്നും CPM വിലയിരുത്തുമ്പോൾ അങ്ങനെ ഉണ്ടായാൽ അത് വലിയ കോട്ടയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ മാറ്റമാണ്. പക്ഷേ കണക്കുകളാണ്, നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കണക്കുകളും അങ്ങനെ ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാവരും അനാലിസിസ് ചെയ്യും, പഠനം നടത്തും, അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വിശകലനം ചെയ്യുകയും ചെയ്യും. ഏതാണെങ്കിലും CPM-ന്റെ കണക്ക് പ്രകാരം കോട്ടയത്ത് 6 സീറ്റുകൾ വിജയിക്കുകയും 1 സീറ്റിൽ സജീവ സാധ്യതയും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ശരി അജിത്, അത്തരത്തിലാണ് കോട്ടയത്തെ കണക്കുകൂട്ടലുകൾ വരുന്നത്.